PSC എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും നമ്മുടെ പുതിയൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ 37ാമത്തെ മലയാളത്തിൻ്റെ റിവിഷൻ ക്ലാസ്സാണ്. 37ാമത്തെ മലയാളത്തിൻ്റെ റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാ PSC ഉദ്യോഗാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ 36 റിവിഷൻ ക്ലാസ് കഴിഞ്ഞു മലയാളത്തിൻ്റെ. എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. പര്യായപദം, ചിഹ്നങ്ങൾ, അതുപോലെ തന്നെ മഹാഗ്രന്ഥങ്ങൾ, ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത എഴുത്തുകാർ ഏതൊക്കെയാണ് അങ്ങനെ വിവർത്തനം ചെയ്തതെന്ന്, അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ കറക്റ്റ് മലയാളം മീനിങ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോർഷൻസാണ് ഇന്ന് നമ്മുടെ മലയാളത്തിൻ്റെ റിവിഷൻ ക്ലാസ്സിൽ ഉള്ളത്. പര്യായപദം 3 വാക്കുകളുടെ പര്യായപദം നമുക്ക് പഠിക്കാം. വീട്, കാറ്റ്, അഗ്നി, ഈ 3 പദങ്ങളുടെ പര്യായപദങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീട്, ആലയം, ഭവനം, ഗൃഹം. വീട്, ആലയം, ഭവനം, ഗൃഹം. കാറ്റ്, അനിലൻ, മാരുതൻ, പവനൻ. കാറ്റ്, അനിലൻ, മാരുതൻ, പവനൻ. അഗ്നി, അനലൻ, പാവകൻ, വഹ്നി. അഗ്നി, അനലൻ, പാവകൻ, വഹ്നി. അതുപോലെ തന്നെ ചിഹ്നങ്ങളാണ് ആരോമാർഗ, സ്ലാഷ്, ഡബിൾ ഇൻവേർട്ടഡ് കോമ, രേഖം, അതുപോലെ തന്നെ അണ്ടർലൈന്, നമ്മുടെ ചന്ദ്രക്കുല, അതുപോലെ തന്നെ ഗണം, ഗ്രൂപ്പ്, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള പല ചിഹ്നങ്ങളുമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ആദ്യം ശരചിഹ്നമാണ്. ശരചിഹ്നം, ആദ്യത്തെ ചിഹ്നം നോക്കുക. നമ്മൾ ആരോ കൊടുക്കുന്നത് ശരചിഹ്നം. കറക്റ്റ് അതിൻ്റെ മലയാളം വേർഡാണ് നമ്മൾ നോക്കുന്നത്. ചിഹ്നങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള ആ ചിഹ്നങ്ങൾ കറക്റ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അടുത്തത് വികല്പം, രണ്ടാമത്തെ ചിഹ്നമാണ് വികല്പം. അതുപോലെ തന്നെ ഉദ്ധരണി, നമ്മൾ കൊട്ടേഷൻ അത് കൊടുക്കുമല്ലോ, അത് സംഭവമാണ് ഉദ്ധരണി. അത് അടുത്തതാണ് രേഖം. രേഖം എന്നാണ് ആ ഒരു ചിഹ്നത്തിന് പറയുന്ന പേര്. അതുപോലെ തന്നെ അണ്ടർലൈന് പറയുന്ന പേര് കണ്ടോ, അധോരേഖ, അധോരേഖ. അടുത്തത് മീത്തൽ, അടുത്തത് എന്താണ്, മീത്തൽ. അടുത്തത് പാടിനി. നമ്മൾ മേലോട്ട് കാണിച്ച് അടുത്തൊരു വാക്കുകൾ എഴുതാൻ മിസ്സിങ് ഉള്ള ലെറ്റേഴ്സൊക്കെ എഴുതുന്ന സംഭവമാണ് പാടിനി. അടുത്തത് ഒരു ഗ്രൂപ്പ് കാണിക്കുന്ന ഗണം. ഗണം നന്നായിട്ട് പഠിക്കുക. ചിഹ്നങ്ങളാണ്, വളരെ ശ്രദ്ധിച്ച് എഴുതി പഠിച്ചാൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ശരചിഹ്നം, വികല്പ, ഉദ്ധരണി, രേഖം, അധോരേഖ, മീത്തൽ, പാടിനി, ഗണം. ഈ പേരുകൾ ആദ്യം പഠിക്കുക. ഈ പേരുകൾ പഠിച്ചതിന് ശേഷം ആ ചിഹ്നങ്ങൾ മനസ്സിലോർത്ത് തന്നെ എഴുതി പഠിക്കുക. നന്നായിട്ട് പഠിച്ചെടുക്കുക. ചിഹ്നങ്ങൾ ഞാൻ ഈ മലയാളത്തിൻ്റെ റിവിഷൻ ക്ലാസ്സിൽ കൊടുത്തു എന്നേ ഉള്ളൂ. ഇത് നമുക്ക് ലൈവ് ക്ലാസ്സിലും അല്ലെങ്കിൽ ബോർഡിൽ കാണിച്ച് തന്നെ പഠിപ്പിക്കേണ്ട ഒരു വലിയൊരു പോർഷനാണ്. അതിൻ്റേതായിട്ടുള്ള കുറവുകൾ നമുക്ക് ഈ ഒരു വോയിസ് ഓവർ കൊടുത്തുള്ള നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ അതിന് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചിഹ്നങ്ങൾ നന്നായിട്ട് പഠിച്ചെടുക്കുക. ചിഹ്നങ്ങൾ മാത്രമായിട്ട് ഞാനൊരു റിവിഷൻ ക്ലാസ്സിൽ കൊടുക്കാം. അന്നേരം വളരെ ഈസി ആയിട്ട് നമുക്കത് പഠിക്കാൻ പറ്റും. അപ്പോൾ ശരചിഹ്നം എന്താണ്, വികല്പം എന്താണ്, ഉദ്ധരണി എന്താണ്, രേഖം എന്താണ്, അധോരേഖ എന്താണ്, മീത്തൽ എന്താണ്, പാടിനി എന്താണ്, ഗണം എന്താണ്, അതൊന്ന് നന്നായിട്ട് എഴുതി വെച്ച് പഠിക്കുക. ജസ്റ്റ് ഒന്ന് ആ ഒരു പോർഷൻ ഒന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. പഠിക്കാൻ പറ്റുന്നു, എത്രത്തോളം പഠിക്കാൻ പറ്റുന്നോ അത്രത്തോളം പഠിച്ചെടുക്കുക, മിസ്സാക്കരുതേ. അടുത്തൊരു ഹെഡിങ്ങാണ് മഹാഗ്രന്ഥങ്ങൾ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്, അതായത് മൊഴിമാറ്റം ചെയ്ത എഴുത്തുകാർ. ഏതൊക്കെ കൃതികളാണ്, ഏതൊക്കെ മഹാഗ്രന്ഥങ്ങളാണ് അങ്ങനെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തതെന്ന് നമുക്ക് നോക്കാം. വാൽമീകി രാമായണം, ഋഗ്വേദം, ഇത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത് അത് വള്ളത്തോളാണ് കേട്ടോ. വാൽമീകി രാമായണവും ഋഗ്വേദവും മലയാളത്തിലേക്ക് എഴുതപ്പെട്ടത് വള്ളത്തോളാണ്. നാട്യശാസ്ത്രം KP നാരായണ പിഷാരടിയാണ്. നാട്യശാസ്ത്രം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തത് KP നാരായണ പിഷാരടി. നാട്യശാസ്ത്രം KP നാരായണ പിഷാരടി. നാട്യശാസ്ത്രം നാരായണ പിഷാരടി എന്ന് പഠിച്ചാലും മതി കേട്ടോ, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എങ്ങനെയായാലും പഠിച്ചെടുക്കുക. തൊൽക്കാപ്പിയം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് SG സുബ്രഹ്മണ്യൻ പിള്ള. തൊൽക്കാപ്പിയം SG സുബ്രഹ്മണ്യൻ പിള്ള. തിരുക്കുറൽ S രമേശൻ നായർ. തിരുക്കുറൽ S രമേശൻ നായർ.
തിരുക്കുറൽ എസ് രമേശൻ നായർ. ബൈബിൾ ബെഞ്ചമിൻ ബെയ്ലി. ബൈബിള് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. അഭിജ്ഞാന ശാകുന്തളം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. അഭിജ്ഞാന ശാകുന്തളം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ഹോർത്തൂസ് മലബാറിക്കസ് ഡോക്ടർ കെ എസ് മണിലാലാണ്. ഹോർത്തൂസ് മലബാറിക്കസ് ഡോക്ടർ കെ എസ് മണിലാൽ. കഥാസരിത് സാഗരം കുറ്റിപ്പുറത്ത് കിട്ടുണ്ണി നായർ. കഥാസരിത് സാഗരം കുറ്റിപ്പുറത്ത് കിട്ടുണ്ണി നായർ. കഥാസരിത് സാഗരം കുറ്റിപ്പുറത്ത് കിട്ടുണ്ണി നായർ. ഖുറാൻ കണ്ണൂർ മായൻകുട്ടി ഇളയ. ഖുറാൻ കണ്ണൂർ മായൻകുട്ടി ഇളയ. ഖുറാൻ കണ്ണൂർ മായൻകുട്ടി ഇളയ. അടുത്ത കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളാണ്, ഇംഗ്ലീഷ് സെൻറ്റൻസ് ആണ്. അത് നമുക്ക് മലയാളത്തിലേക്ക് എങ്ങനെ വിവർത്തനം ചെയ്യാം, അതിൻ്റെ കറക്റ്റ് മലയാളം അർത്ഥം. നേക്ഡ് ട്രൂത്ത് നഗ്ന സത്യം. നേക്കഡ് ട്രൂത്ത് നഗ്ന സത്യം. ക്രൊക്കഡൈൽ ടിയേഴ്സ് മുതലക്കണ്ണീർ. ക്രൊക്കഡൈൽ ടിയേഴ്സ് മുതലക്കണ്ണീർ. മുതലക്കണ്ണീർ. കട്ട് ദ മസ്റ്റാർഡ് വിജയിക്കുക. കട്ട് ദ മസ്റ്റാർഡ് വിജയിക്കുക. ഫോർബിഡൻ ഫ്രൂട്ട് വിലക്കപ്പെട്ട കനി. ഫോർബിഡൻ ഫ്രൂട്ട് വിലക്കപ്പെട്ട കനി. ഗോഡിയൻ നോട്ട് ഊരാക്കുടുക്ക്. ഗോഡിയൻ നോട്ട് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഊരാക്കുടുക്ക്. സോർ ഗ്രേപ്സ് പുളിക്കും മുന്തിരി. സോർ ഗ്രേപ്സ് പുളിക്കും മുന്തിരി. സോർ ഗ്രേപ്സ് പുളിക്കും മുന്തിരി. ഐവറി ടവർ ദന്തഗോപുരം. ഐവറി ടവർ ദന്തഗോപുരം. ഐവറി ടവർ ദന്തഗോപുരം. എ ഡൗട്ടിംഗ് തോമസ് അല്പവിശ്വാസി. എ ഡൗട്ടിംഗ് തോമസ് അല്പവിശ്വാസി. എ ഡൗട്ടിംഗ് തോമസ് അല്പവിശ്വാസി. നേക്കഡ് ട്രൂത്ത് നഗ്നസത്യം. ക്രൊക്കഡൈൽ ടിയേഴ്സ് മുതലക്കണ്ണീർ. കട്ട് ദ മസ്റ്റാർഡ് വിജയിക്കുക. ഫോർബിഡൻ ഫ്രൂട്ട് വിലക്കപ്പെട്ട കനി. ഗോഡിയൻ നോട്ട് ഊരാക്കുടുക്ക്. സോർ ഗ്രേപ്സ് പുളിക്കും മുന്തിരി. ഐവറി ടവർ ദന്തഗോപുരം. എ ഡൗട്ടിംഗ് തോമസ് അല്പവിശ്വാസി. നമ്മുടെ 37ാമത്തെ റിവിഷൻ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എഴുതി വെച്ച് പഠിക്കുക, അറിയാവുന്നത് വിട്ടേക്കുക, നന്നായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. നന്നായിട്ട് തന്നെ തയ്യാറെടുക്കുക. തന്നിരിക്കുന്ന പോർഷൻസിനകത്തുനിന്ന് എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നത്.